അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമാണ്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപഴകലുകളിൽ, നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ നിലപാടിലും അൽ ഹയാ, ലജ്ജ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലജ്ജ എന്നത് ഈമാനുമായി ഇഴവരിയാത്ത ബന്ധമുള്ളതാണ്, ഇരട്ടകളാണ്. ഈമാനും ലജ്ജയും ഇരട്ടകളാണ്. ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം. നമുക്കറിയാം, അള്ളാഹു ആവശ്യപ്പെട്ട എന്തിലെല്ലാം വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെട്ടുവോ അതെല്ലാമുള്ള വിശ്വാസമാണ്. എന്നാൽ ഈമാൻ ഇല്ലാത്തപ്പോൾ ലജ്ജ മാത്രമായി നിലനിൽക്കുകയില്ല. ലജ്ജ ഊരിക്കളഞ്ഞാൽ ഈമാൻ മാത്രമായും നിലനിൽക്കുകയില്ല. ഇത് രണ്ടും ഒന്നിച്ച് ഇരട്ടകളായി മാത്രം നിലനിൽക്കുന്ന കാര്യമാണ്. മനുഷ്യനെ പിഴപ്പിക്കാൻ വെല്ലുവിളി നടത്തിക്കൊണ്ട്, അള്ളാഹുവിനോട് വെല്ലുവിളി നടത്തിക്കൊണ്ട് ഇറങ്ങിപ്പോന്നിട്ടുള്ള അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടിട്ടുള്ള ശൈത്താൻ എന്താണ് ചെയ്തത്? മനുഷ്യനിൽ നിന്ന് ലജ്ജയെ ഊരിക്കളയുക എന്നതാണ്. മനുഷ്യനിൽ നിന്ന് ലജ്ജയെ ഊരിക്കളയുക എന്ന പണിയാണ് ശൈത്താൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഒരു മനുഷ്യനെ ദുർമാർഗത്തിൽ അകപ്പെടുത്താൻ ഏറ്റവും എളുപ്പമായ വഴി എന്ത് എന്ന് ചോദിച്ചാൽ അയാളിൽ നിന്ന് ലജ്ജയെ ഊരിക്കളയുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലജ്ജയില്ലാത്തവർക്ക് പിന്നെ ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ കഴിയും എന്നാണ്. എന്തു വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും പെരുമാറാം, ആരോട് വേണമെങ്കിലും ഏതർത്ഥത്തിലും ഒരാൾക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത വളരെ താണ നിലവാരത്തിൽ പെരുമാറാൻ ഒരാൾക്ക് കഴിയും. അത് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലും കുടുംബ രംഗങ്ങളിലും വ്യക്തിപരമായ മറ്റിതര ഇടപാടുകളിലും എല്ലാം ഏറ്റവും മോശപ്പെട്ട നിലവാരത്തിലേക്ക് പോകാൻ ലജ്ജയില്ലാത്ത ഒരു വ്യക്തിക്ക് സാധിക്കും. അതുകൊണ്ട് ലജ്ജയില്ലാതാവുക എന്നത് ശൈത്വാനീയത്താണ് എന്ന തിരിച്ചറിവ് നേടൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നമുക്കറിയാം, ഇത് ലിബറലിസത്തിന്റെ കൂടി ഒരു കാലമാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം എല്ലാ തരം കൊപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്ന, എല്ലാ അർത്ഥത്തിലും വളരെ മോശപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന സ്വഭാവവും സംസ്കാരവുമാണ് ഇന്ന് മനുഷ്യർക്കിടയിൽ പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത്. ഫാഷന്റെ പേരിൽ, പുരോഗമനത്തിന്റെ പേരിൽ, വലിയ വലിയ സ്ഥാനമാനങ്ങളുടെ പേരിൽ ഒക്കെ മനുഷ്യൻ അവന്റെ ലജ്ജയെ ഊരിക്കളയുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ പുറമേക്ക് മതനിഷേധം കാണിക്കുക എന്നത് മതവിശ്വാസികൾ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് അസാധ്യമാണ് എന്ന് വരുമ്പോൾ ശൈത്വാന്റെ ശക്തികൾ ചെയ്യുന്നത് മതത്തെ നിഷേധിക്കാതെ, അതിനെ പുറമേക്ക് പരസ്യമായി വിയോജിപ്പ് കാണിക്കാതെ ലജ്ജാശീലം ഊരിക്കളയുക എന്നുള്ളതാണ്. അങ്ങനെ ലജ്ജാശീലം ഊരിക്കളഞ്ഞാൽ പിന്നെ വളരെ എളുപ്പത്തിൽ അവനിലുള്ള മതബോധത്തെ, വേദഗ്രന്ഥത്തോടുള്ള ബന്ധത്തെ, അവനിലുള്ള ധാർമ്മിക സദാചാര യുക്തിയെ എല്ലാം ഇല്ലാതാക്കി കളയാൻ കഴിയും. നമുക്കറിയാമല്ലോ, മുമ്പൊക്കെ മുതിർന്ന ആളുകൾ ചെറിയ ആളുകളെ, ചെറുപ്പക്കാരായ ആളുകളെ ശാസിക്കാറുണ്ട്, ഗുണദോഷിക്കാറുണ്ട്. മോശപ്പെട്ട എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്ന് അരുത് എന്ന് പറയാൻ ആളില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? എത്ര മോശപ്പെട്ട കാര്യങ്ങൾ കണ്ടാലും അരുത് എന്ന് പറയുന്നതിനെ സദാചാര ഗുണ്ടായിസം എന്ന ഒരു ക്രൈം ആയിക്കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് എന്നതുകൊണ്ടാണ്. അപ്പോൾ എത്ര മോശത്തരങ്ങൾ കാണിക്കുവാനും ആർക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്ന, എത്ര മോശപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കാനും ഏതൊരാൾക്കും ഒരു പട്ടാപ്പകൽ തന്നെ സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് മനുഷ്യർക്കിടയിൽ അരാജകത്വം ഉണ്ടാക്കുകയാണ്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ഈ ജീവിതം, എന്നും അതിനാനന്ദ ലഹരിയിൽ തുന്നിലമെന്മനം മൂളിപ്പറക്കണം. ഇതാണ് പുതിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ലജ്ജ എന്ന വികാരത്തെ, ഹയ എന്ന വികാരത്തെ, ആ ഒരു സ്വഭാവത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞെങ്കിലേ നമ്മുടെ സദാചാരവും ധാർമ്മികതയും സത്യമാർഗവും നിലനിൽക്കുകയുള്ളൂ. പ്രപഞ്ചനാഥൻ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.